വെൽക്കം ടു ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസ് പാർട്ട് 2. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാങ്ങിയ ബാഗ് കൊണ്ടുവയ്ക്കാൻ വേണ്ടി റൂമിൽ പോയിട്ടുണ്ടായിന്. അങ്ങനെ റൂമിൽ നമ്മൾ പോയി ആ ബാഗ് അവിടെ വെച്ച് ഒരു യാൻഡെക്സ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുള്ളത് താഷ്കണ്ട് TV ടവറിൻ്റെ അടുത്താണ്. TV ടവറിൻ്റെ അടുത്ത് തിരിക്കലറിയില്ല. അതായത് സെൻട്രൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ടവർ എന്നറിയപ്പെടുന്നത് ഈ താഷ്കണ്ട് TV ടവറാണ്. ഈ ടവറിൻ്റെ ഷേപ്പാണെങ്കിലേ നമ്മൾ ആ ട്രൈപോഡ് വെക്കൂലേ, ഇങ്ങനെ മൂന്നെണ്ണം അങ്ങ് നടക്കുന്നത് പോലെയാണ്. രാത്രി ഈ TV ടവർ കാണാൻ വേറെ തന്നെ രസമാണ്. കാരണം നല്ല ലൈറ്റെല്ലാം ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാരണം നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്നത് തന്നെ ഇതായിരിക്കും, ഈ TV ടവർ ആയിരിക്കും. താഷ്കണ്ടിൽ ഇറങ്ങുമ്പോൾ സൂര്യൻ കിട്ടലാണ്. ഈ താഷ്കണ്ട് സിറ്റി ആണെങ്കിൽ വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വരുന്ന വഴിക്ക് ആ റോഡും സ്ട്രീറ്റൊക്കെ എന്താ പറയുക നല്ല നീറ്റ്. നമ്മൾ ദുബായിലും പോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടായിന്. അങ്ങനെ നമ്മൾ അവിടെ അതും കണ്ട് കുറച്ച് അവിടുന്ന് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് നേരെ ഈ സ്ട്രീറ്റിലേക്കൂടെ നടന്നിട്ട് പോയത് ബഷ്കുസാൻ, ഫുഡിൻ്റെ പുലാവിൻ്റെ ലോകം അങ്ങനെ തന്നെ അറിയാം. അങ്ങനെ നമ്മൾ ഇവിടത്തേക്കാണ് വന്നിട്ടുണ്ടായത്, ബഷ്കുസാൻ ഫുഡ് സ്പോട്ടിലേക്കാണ്. ഇവിടെ പുലാവും ഹോസ് മീറ്റ് അതെല്ലാം കിട്ടുന്നിട്ട് അങ്ങനെ ഇങ്ങേക്ക് വന്നത്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിനി. ഈ ഇരിക്കുന്ന ആൾ മൊത്തം പുലാവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ നേരെ അതിൻ്റെ കിച്ചണിലേക്ക് ചെന്ന് ഇനി കിച്ചണിലെ യൂസിങ്ങൾ കണ്ട, ഇത് ഉണ്ടാക്കുന്നത് കണ്ട എന്ത് രസം അറിയാം. അത്രക്കും നല്ല ക്രൗഡ് ഉണ്ട് കിച്ചണിൽ. ഇവിടെ സ്റ്റാഫുകൾ തന്നെ ഉണ്ട്, അത്യാവശ്യം നല്ല സ്റ്റാഫുകളുണ്ട്. എല്ലാവരും നല്ല തിരക്കാണ്. പിന്നെ ഒരു സൈഡ് ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ മീറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മളെന്താക്കി നേരെ ഒരു ടേബിളിൽ പോയിരുന്നു. അങ്ങനെ ടേബിൾ കണ്ടിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇത്രയും തിരക്കുണ്ടായിട്ട് നമ്മൾ വിചാരിച്ചത് അത്യാവശ്യം നല്ല ടൈം ഇരിക്കേണ്ടി വരും. നമ്മളെ നാട്ടിലെല്ലാം ഉണ്ട് ചില റെസ്റ്റോറൻറ്റിൽ തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ ഇരിക്കണം, അതുപോലെയാണ് വിചാരിച്ചാന്ന് ഇടാന്നിരുന്നത്. പക്ഷേ ഇരുന്ന ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഓർഡർ ആക്കിയത് ഫുഡ് വന്നിട്ടുണ്ടായിന്. മീറ്റിൻ്റെ ടെക്സ്ചർ ഇങ്ങനെ ഇളകിയിട്ടുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ഒരു യാൻഡെക്സും ബുക്ക് ചെയ്ത് നേരെ വിട്ട അടുത്ത ലൊക്കേഷനിലേക്ക്. അടുത്തതായിട്ട് നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സ്ക്വയറിലേക്കാണ്, അമീർ തമൂർ സ്ക്വയർ. മാഷാ നമ്മളീ പോകുന്ന വഴിയില്ലേ കാണാൻ എന്ത് രസമറിയോ, 2 സൈഡും ഇങ്ങനെ. ഇതാണ് ഇവിടുത്തെ അമീർ തമൂർ സ്ക്വയർ, ഒരു പാർക്ക്. അവിടെ പഴയ ഇവിടുത്തെ ഒരു രാജാവുണ്ട് അമീർ തമൂർ പറഞ്ഞിട്ട്, ആളുടെ ഒരു കുതിരമേൽ ഇരുന്നിട്ടുള്ള പ്രതിമ. ഇവിടെ ഞാൻ കണ്ടത് വെച്ച് ഈ പാർക്കിൽ കുറേ കുട്ടികളുണ്ട്, കോളേജ് സ്റ്റുഡൻസും സ്കൂൾ സ്റ്റുഡൻസും എല്ലാം. എല്ലാവരും വന്നിരുന്ന് ഇങ്ങനെ പഠിക്കുന്നത് നമ്മളെ നാട്ടിലെ പാർക്കിലെല്ലാം കാണുന്നു. അങ്ങനെ നമ്മൾ അതും കണ്ട് നേരെ ഇങ്ങനെ നടന്നു പോകുമ്പോണ്ട് ഒരു കാക്ക ഹായ് എല്ലാം പറഞ്ഞ് വിറക് കയറ്റുന്നത്, നല്ല കിടിലൻ ലോറി. ആ ലോറിയിൽ വിറക് കയറ്റാൻ വന്നേ. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഐസ്ക്രീം വണ്ടിയുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു ഐസ്ക്രീം വാങ്ങി. ഇവനാണ് ഐസ്ക്രീം കുട്ടപ്പൻ. അങ്ങനെ ഓൻ്റെ അടുത്ത് നമ്മളൊരു ഐസ്ക്രീം വാങ്ങി, അതും കഴിച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്നൊരു പാലസ് കണ്ടത്. അതിൻ്റെ പേര് പാലസ് ഓഫ് ഇൻ്റർനാഷണൽ ഫോറംസ് അങ്ങനെ പറഞ്ഞത് അവർ. അവിടെ ആരും കയറുന്ന കണ്ടിട്ടില്ല, പക്ഷെ നല്ല വൃത്തി ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാനും പറ്റിയൊരു സ്ഥലം. അങ്ങനെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. ഇതാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ, ഇവിടുത്തെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഹോട്ടൽ. ഈ ഹോട്ടലാണെങ്കിൽ 40 വർഷം പഴക്കമുള്ള ഹോട്ടലാണ്, പക്ഷെ കണ്ടാൽ പറയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അതും കണ്ട് ഒരു യാൻഡെക്സും ബുക്ക് ചെയ്ത് ആ സിറ്റീൻ്റെ ഭംഗിയിൽ ഇങ്ങനെ ആസ്വദിച്ച് തന്നെ പറയണം, അതന്നെ ആസ്വദിച്ചുകൊണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ആ കാണുന്ന ബിൽഡിങ്ങിലേക്കാണ്. ഇതാണ് മാജിക് സിറ്റി. മാജിക് സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫാമിലി പാർക്കാണ്. നമ്മളെ ദുബായിലുള്ള റിവർലാൻഡ്, ഗ്ലോബൽ വില്ലേജിൻ്റെ എല്ലാം വേറൊരു സംഭവം. അപ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ നമ്മൾ അതെല്ലാം കണ്ട് നേരെയുള്ള ഫുള്ള് ടൂറിസ്റ്റുകളാണ്. പിന്നെ ഇവരെ നാട്ടുകാരനെ ഉണ്ട്, പുറത്തുനിന്ന് വന്നവർ, അങ്ങനത്തെ അറ്റത്ത് നിന്ന് ഇങ്ങനത്തെ അറ്റത്തേക്കെല്ലാം വന്ന ആൾക്കാർ, കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഉള്ളിൽ കയറി ഒരു സോവിനിയർ കടയിൽ പോയി ഒരു സോവിനിയർ വാങ്ങി ഉസ്ബെക്കിസ്ഥാൻ്റെ.
ഈ മാജിക് സിറ്റിൻ്റെ ഉള്ളിൽ ഓരോ വാളും ഫുള്ള് എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫോട്ടോ എടുക്കാൻ പറ്റിയ, ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ ഇതും. വൈകുന്നേരം ആയതുകൊണ്ട് സൺസെറ്റ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അവിടെ ഉള്ള ആ ഡെസ്നി ഐലൻഡ് പോലത്തെ സംഭവമില്ലേ, അതിൻ്റെ ബേക്കിലേക്ക് കൂടി ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ അടിക്കുന്ന കാണാൻ തന്നെ നല്ല ഫോട്ടോ എല്ലാം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാണാൻ തന്നെ ഒരു രസം തന്നെ. പിന്നെ ഓരോ ബിൽഡിങ്ങുകളും ഓരോ വെറൈറ്റി സംഭവമായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് നമ്മൾ അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ നടന്ന് അതിൻ്റെ അപ്പുറം ബോട്ടിങ് ഉള്ള സ്ഥലമുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. അങ്ങനെ ഈ ബോട്ടിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ വന്നു. കുറേ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ടായി. ഇങ്ങനെ എന്താ പറയുക, ഓരോ സാധനം ഇട്ടിട്ട് അത് കിട്ടി ആ ബോക്സിൻ്റെ ഉള്ളിലുള്ള ആ റിങ് പോയിട്ട് ഇടുന്നത് ആ ബോക്സിൻ്റെ ഉള്ളിലെ സാധനമാണ്. കുറേ പിള്ളേർ ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. ഈ ചെറുതെല്ലാം നല്ല രസമായിരുന്നു. ഫുള്ള് ഇട്ടത് അതിൻ്റെ പരിസരത്തേ പോയിട്ടില്ല, ഫുള്ള് എടിലൂ പോക്ക്. പിന്നെ ഈ മാജിക് സിറ്റി ഉണ്ടല്ലോ, രാത്രിയാണ് മക്കളെ കാണേണ്ടത്. ഫുള്ള് ലൈറ്റെല്ലാം ഇട്ട് മ്യൂസിക് ഷോ അങ്ങനത്തെ എല്ലാം പരിപാടിയിലായിട്ട് അടിപൊളി നൈറ്റ്. അപ്പം നമ്മൾ വന്നത് ഈ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം. അപ്പോൾ ആ ഈവനിങ് വ്യൂവും കിട്ടി, നൈറ്റത്തെ വ്യൂവും കിട്ടി. അങ്ങനെ കണ്ട് നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക്. അപ്പോൾ ശരി, ഓക്കെ, ബൈ.